ഹായ് കൂട്ടുകാരെ, പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജലം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഈ പാഠത്തിൽ ജലത്തിൻ്റെ ഉപയോഗം, ജലശുദ്ധീകരണം, ജലസ്രോതസ്സുകൾ, ജലത്തിൻ്റെ അവസ്ഥകൾ, പിന്നെ ജലത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇവയെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. 5ാം ക്ലാസ്സിലേതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാമായിരിക്കും. എങ്കിലും ഒരു റിവിഷൻ എന്ന സ്ട്രാറ്റജിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിലാദ്യം പറയുന്നത് ഒരു കുട്ടിയുടെ ചിത്രം കണ്ടില്ലേ, പുഴ പറയുകയാണ്, ഞാൻ ഒഴുകിയില്ലെങ്കിൽ ആളുകൾക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമെന്ന്. എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം? അതായത് പുഴവെള്ളം ഇല്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ ആളുകളെല്ലാം കഷ്ടപ്പെടും അല്ലേ? പല കാര്യങ്ങൾക്കും നമുക്ക് ജലം ആവശ്യമാണ്. ഇനി ഇവിടെ പറയുന്നത് ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങളാണ്. പുഴവെള്ളം നമുക്കങ്ങനെ നേരിട്ട് കുടിക്കാനും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ പുഴവെള്ളം ഈ ജലം ശുദ്ധീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ ആദ്യം വിശദീകരിക്കുന്നത്. ആദ്യം എന്താ ചെയ്യുന്നത്? വലിയ മാലിന്യങ്ങളൊക്കെ ആദ്യം അരിച്ചു മാറ്റും. പിന്നെ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. പല തട്ടുകളുള്ള അരിപ്പകളിലേക്ക് അരിച്ചു മാറ്റും. അതിനുശേഷം രോഗാണുക്കളെ നശിപ്പിക്കും. പിന്നീട് അവ ടാങ്കിൽ സംഭരിച്ച് ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെയാണ് ജലശുദ്ധീകരണ ഘട്ടങ്ങൾ. പിന്നെ നെക്സ്റ്റ് പേജിൽ പറയുന്നത് കൂടുന്ന ആവശ്യം കുറയുന്ന ലഭ്യതയാണ്. അതായത് ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ടും ജലമലിനീകരണം ഉണ്ടാകുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് ജലമുണ്ടെങ്കിലും ഉള്ള ജലം നമുക്ക് ഉപയോഗശൂന്യമായി വരികയാണ്. അതൊക്കെയാണ് പറയുന്നത് ഈ ബോക്സിൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ബോക്സാണിത്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിലെ ജലം എത്ര ശതമാനം ഉണ്ട് എന്നാണ് ഈ ബോക്സിൽ പറയുന്നത്. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ജലം ഉള്ളത് രക്തത്തിലാണ്. രക്തത്തിൽ 94% ജലമുണ്ട്. പിന്നെ ഉള്ളത് ശ്വാസകോശത്തിൽ 83% ഉണ്ട്. പിന്നെ വൃക്കകളിൽ 79%, പേശികളിലും ഹൃദയത്തിലും 75% ജലമുണ്ട്. പിന്നെ തലച്ചോറിൽ 73% ജലം, അസ്ഥികളിൽ 31% ജലം. ഇത് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ PSCക്ക് ചോദിക്കാം, ഓരോ ഭാഗത്തും തലച്ചോറിൽ എത്ര ശതമാനം ജലമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കാം. പിന്നെ പറയുന്നുണ്ട്, മനുഷ്യ ശരീരത്തിൽ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അതുപോലെ മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ജീവപ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. അപ്പോൾ സസ്യം എടുത്തു കഴിഞ്ഞാൽ അവർക്കും ജലം ആവശ്യമാണ്. സസ്യത്തിന് എന്തിനൊക്കെയാണ് ജലം ആവശ്യം? പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണ്. പിന്നെ സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് എന്തിനാണ്? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. പിന്നെ സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനാണെങ്കിലോ എങ്ങനെയാണ്? ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. പിന്നെ ജലത്തിന് നിറവും ആകൃതിയും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിറവും മണവും ഇല്ല, അപ്പോൾ ജലം ശുദ്ധജലമായിരിക്കുമോ എന്ന് ചോദിക്കണം. അപ്പോൾ നിറവും മണവും ഇല്ല എന്ന് കരുതി നമ്മളെടുത്ത ജലം ശുദ്ധജലം ആയിക്കൊള്ളണമെന്നില്ല. കാരണം ചിലപ്പോൾ അതിൽ അണുക്കൾ, ബാക്ടീരിയകൾ ഉണ്ടാകും. അപ്പോൾ നിറവും മണവും ഇല്ലെങ്കിലും ജലം ശുദ്ധജലം ആയിരിക്കില്ല. പിന്നെ ജലത്തിന് ആകൃതി ഉണ്ടോ എന്ന്. ജലത്തിന് ആകൃതി ഇല്ല. അത് ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ജലത്തിന് ഉണ്ടാവുക. പിന്നെ സോഡ. പിന്നെ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്, ലയിക്കാത്ത വസ്തുക്കൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ട്, അപ്പോൾ വാതകം ജലത്തിൽ ലയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജലം, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും?
ജലം H2O+ കാർബൺ ഡൈഓക്സൈഡ് CO2. H2O+ CO2 ഗിവ്സ് H2CO3. ഇത് കാർബോണിക് ആസിഡ്. H2CO3 എന്താണ്? കാർബോണിക് ആസിഡാണ്. സോഡയുടെ രാസനാമം എന്താണ്? കാർബോണിക് ആസിഡാണ്. ചിലപ്പോൾ ചോദിക്കാം, സോഡയുടെ രാസനാമം കാർബോണിക് ആസിഡ് H2CO3. അപ്പോൾ ജലത്തിൽ വാതകം ലയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ലീനം എന്താണ്, ലായനി എന്താണ്, ലായകം എന്താണെന്നൊക്കെയാണ് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിന് ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്ന് ഉണ്ടാകുന്നതാണ് ലായനി. ഇപ്പോൾ ഉപ്പും വെള്ളവും എടുത്തു എന്ന് കരുതുക. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് ലീനവും വെള്ളം ലായകവുമാണ്. അത് ഉപ്പും വെള്ളവും ലയിച്ചു ചേർന്ന് ഉപ്പുവെള്ളം ഉണ്ടാകുമ്പോൾ അത് ഉപ്പുവെള്ളം ലായനിയാകും. അതിൽ കുറച്ച് ലായനി, ലീനം, ലായകമൊക്കെ തന്നിട്ടുണ്ട്. പഞ്ചസാര ലായനി അതിൽ ലീനം പഞ്ചസാരയും ലായകം വെള്ളവുമാകും. സോഡയാകുമ്പോഴോ ലീനം എന്ന് പറയുന്നത് ഏതായിരിക്കും? കാർബൺ ഡൈഓക്സൈഡും ലായകം വെള്ളവും. അങ്ങനെയാണ് സോഡ ഉണ്ടാകുന്നത്. പിന്നെ പറയുന്നത് ജലത്തിൻ്റെ 3 അവസ്ഥകളെ കുറിച്ചാണ്. ജലത്തിൻ്റെ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഐസ് ഒരവസ്ഥയാണ് ഐസ് ഉണ്ടാകുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും കാണപ്പെടുന്നു. അതും ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ജലത്തിൻ്റെ ഖരരൂപമാണ് ഐസ്. പിന്നെ ജലം തണുപ്പിക്കുമ്പോൾ ഐസാവും, ജലം ചൂടാക്കുമ്പോൾ നീരാവിയായും മാറും. നീരാവി വാതകാവസ്ഥയിലാണ്. പിന്നെ ഇവിടെ പറയുന്നത് ബാഷ്പീകരണമാണ്. ഇനി ജലത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ജലത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് ബാഷ്പീകരണം. എന്താണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്? അത് വേപ്പറൈസേഷൻ. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. അതായത് ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലുള്ള ചെറുകണികകളാണ് ചുറ്റുപാടിലേക്ക് വ്യാപിക്കുക, താഴെയുള്ളതല്ല. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കും. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. പിന്നെ അടുത്തത് പറയുന്നത് ജലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ജലം വിതാനം പാലിക്കുന്നു എന്നാണ്. അതായത് ജലം ഇപ്പോൾ മഴക്കാലത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അപ്പുറത്തുള്ള കിണറിലെ വെള്ളം കൂടിക്കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള വീട്ടിലെ വെള്ളം അതേ നിരപ്പിൽ തന്നെ ഉയരുന്നത് കാണാം. അതുപോലെ വേനൽക്കാലത്ത് ജലാശയങ്ങളിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള പ്രദേശത്തുള്ള വീടുകളിലെ കിണറുകളിലും വെള്ളം താഴാറുണ്ട്. അത് എന്ന് പറയുന്നത് ജലവിതാനം പാലിക്കുന്നു എന്നുള്ള ഒരു സവിശേഷത ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ജലത്തിൽ ലയിക്കാത്തവ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ ഈ ബോക്സിൽ പറയുന്നത്. അതിൽ ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? പഞ്ചസാര, ഉപ്പ്, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതൊക്കെ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളാണ്. ജലത്തിൽ ലയിക്കാത്തവയാണ് മെഴുക്, മണ്ണെണ്ണ, വിനാഗിരി, കർപ്പൂരം എന്നിവ. പിന്നെ പറയുന്നത് ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നതെന്ന് കണ്ടല്ലോ. പിന്നെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ശ്വസിക്കുന്നത്? അതായത് കാരണം എന്താ വെച്ചാൽ അക്വേറിയത്തിലെ വെള്ളത്തിൽ ഓക്സിജൻ എന്ന വാതകം ലയിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ വാതകം ഓക്സിജൻ ഉപയോഗിച്ചാണ് അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. പിന്നീട് വിലയിരുത്താം എന്നുള്ളതാണ്. ജലം തണുപ്പിക്കുമ്പോൾ ഐസാവുന്നു, ജലം ചൂടാക്കുമ്പോൾ നീരാവിയാകുന്നു. അപ്പോൾ ജലത്തിൻ്റെ ഏതവസ്ഥയാണ്? ഖരം. ജലം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥ, നീരാവി വാതകം. പിന്നെ ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം പൂർത്തിയാക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജലത്തിൻ്റെ സ്രോതസ്സുകൾ എവിടെ നിന്നൊക്കെയാണ്? ഏത് വേണം എഴുതാം. പുഴ, കിണർ, കുളം, തോട്, അരുവി എന്ത് വേണമെങ്കിലും എഴുതാം. ഉപയോഗങ്ങൾ അറിയാവുന്നതാണ്. കൃഷിക്ക് ഉപയോഗിക്കാം, വസ്ത്രങ്ങൾ അലക്കാൻ, പിന്നെ ഭക്ഷണാവശ്യത്തിന്, ചെടികൾ നനയ്ക്കാൻ, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും എഴുതാം. അതൊന്നും നമുക്ക് ആവശ്യമില്ല.
ജലമലിനീകരണം എങ്ങനെയൊക്കെയാണ്? ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നതുകൊണ്ട്, കാലികളെ കുളിപ്പിക്കുന്നതുകൊണ്ട്, അതൊക്കെയാണ്. പിന്നെ ജലത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? 3 ഉണ്ട്, നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ജലം വിതാനം പാലിക്കുന്നു, ജലത്തിൻ്റെ ബാഷ്പീകരണം, ജലം മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്നു, ജലം ഒരു സാർവിക ലായകമാണ്. ഇതൊക്കെയാണ് ജലത്തിൻ്റെ സവിശേഷതകൾ. ജലത്തിൻ്റെ അവസ്ഥകൾ 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്: ഖരം, ദ്രാവകം, വാതകം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ.